ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ തലവനായിരുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന് നേരെയുള്ള ആക്രമണം, അതുപോലെ ഇസ്മായിൽ ഹനിയയ്ക്ക് നേരെ ഉണ്ടായ അറ്റാക്ക്, അതുപോലെ ഹസൻ നസ്രുള്ളയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇതെല്ലാം ഇറാനെ ചൊടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നേരത്തെ വ്യക്തമാണ്. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം വ്യക്തമായിരുന്നു. ഇറാൻ എല്ലാ അർത്ഥത്തിലും തിരിച്ചടിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനു, അത്തരത്തിലാണ്. നമുക്ക് ഇസ്രായേലിൽ നിന്ന് മലയാളിയായ രമ്യ ഇപ്പോൾ ചേരുന്നുണ്ട്. രമ്യ, അവിടെ സുരക്ഷിതയാണോ? അതെ, ഓൾറെഡി നമുക്ക് ഹോം ഫ്രണ്ട് കമാൻഡ് മുഖേന നമുക്ക് ഓൾറെഡി മെസ്സേജ് അപ്ഡേഷൻ തന്നിരുന്നു. ഓൾറെഡി തുടങ്ങുന്നേക്കാൾ മുമ്പ് ഇതുപോലെ അലേർട്ട് ആയിരിക്കണമെന്നും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ അരമണിക്കൂർ മുമ്പേ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ തന്നിരുന്നു. അരമണിക്കൂർ മുമ്പേ ഇതുപോലെ നിങ്ങൾ മമ്മാദിൽ കയറി ഇന്നോളം സ്റ്റെപ്പ് അല്ല, ഏറ്റവും സേഫ് മമ്മാദാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് എല്ലാവരും വിജിലന്റ് ആയിരുന്നു. എല്ലാവരും മമ്മാദി കയറി. ഇപ്പൊ കുറച്ച് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ആയുള്ളൂ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. കണ്ടിന്യൂസ് ഇതായിരുന്നു. ഒരു 150 മിസൈൽസ് ആണ് ഏകദേശം എന്നാണ് പറയുന്നത് വാർത്തയിൽ. ബാലിസ്റ്റിക് മിസൈൽ ആണ് അവർ വിട്ടത്. ശരി രമ്യ, ഇപ്പോൾ ഇന്ത്യൻ സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ് ആയിട്ടുള്ളത്. അവിടുത്തെ സമയം, അത്തരം സാഹചര്യം കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഇപ്പൊ സമയം 8:35. നമുക്ക് ഓൾറെഡി ഇവിടുത്തെ ഈവനിങ് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ അലേർട്ട് ആയിരിക്കണം, എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം 6:30 ആയപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അപ്ഡേഷൻ വന്നിരുന്നു, എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറണം, ഇന്ന ഏരിയാസ് ഓൾറെഡി അവർ സ്പെസിഫൈ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ഓൾറെഡി മമ്മാദിലേക്ക് മാറിയത്. കാരണം വയസ്സായവർ കൂടെ ഉണ്ടല്ലോ, ഓൾഡ് ഏജ് പീപ്പിൾ. അപ്പൊ അവർക്കിടെ ഇതുകൂടെ നോക്കി നമ്മൾ ഓൾറെഡി നേരത്തെ മാറിയായിരുന്നു. ഈ മിസൈൽസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ പറയണ അനുസരിച്ചിട്ട് തന്നെയാണോ നമ്മള് ചെയ്തത്. അതായത് ഇസ്രായേലിൽ മിക്കവാറും കുടുംബങ്ങളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിലും ഒക്കെ ഇത്തരം ബങ്കറുകൾ, അല്ലെ, ബങ്കറുകൾ പോലുള്ള സംവിധാനം ഉണ്ടല്ലോ, അല്ലെ? ബങ്കർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പഴയ ബിൽഡിംഗിൽ ഉള്ളവർക്ക് ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിൽ പോകണം. 7 ബിൽഡിംഗ് ആണ്, 7 നില ബിൽഡിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും സേഫ്റ്റി റൂം. അതുവരെ എത്ര നമ്മള് പുതിയ ബിൽഡിംഗിൽ മാത്രമാണ് മമാദ് ഉള്ളൂ. അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് സ്റ്റെപ്പിന്റെ അടിയിലേക്കാണ് മാറി നിൽക്കാറ്. പക്ഷെ ഇത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞ അവര് മമാദിലേക്ക് തന്നെ പോകണമെന്ന് ഓൾറെഡി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു. അതായത് ഈ പലസ്തീനും ആയുള്ള സംഘർഷ സമയത്ത് സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ ഈ തവണ വന്നത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. കഴിഞ്ഞ ഇറാന്റെ മിസൈൽസ് വന്നെങ്കിൽ പോലും നമുക്ക് ടെലവി ഏരിയ അങ്ങനെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ തവണ നല്ല സ്ട്രോങ് ആയിട്ട്, കാരണം നമുക്ക് നല്ല സൗണ്ട് എഫക്റ്റ് ആയിരുന്നു, മൊത്തം കിടന്ന് കുലുങ്ങുന്ന ഒരു സൗണ്ട് എഫക്റ്റ് ആയിരുന്നു നമുക്ക്. അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രഹരശേഷി കൂടിയതാണല്ലോ. അപ്പോൾ അത്തരം പ്രഹരശേഷി കൂടിയ മിസൈലുകൾ തന്നെയാണ് പതിച്ചത് എന്നാണല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ബാലിസ്റ്റിക് മിസൈൽ അവർ യൂസ് ചെയ്തത്, ബാലിസ്റ്റിക് മിസൈലാണ് യൂസ് ചെയ്തത്. അത് പറയുമ്പോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. പക്ഷെ IDFന്റെ ഇതും എല്ലാം കൊണ്ട് നമ്മൾ സേഫ് ആണ്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തരായ രഹസ്യാന്വേഷണ ഏജൻസിയാണല്ലോ മൊസാദ്. അതുകൊണ്ട് എന്ത് നീക്കങ്ങൾ ഉണ്ടായെങ്കിലും ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയുന്ന ഒരു രാജ്യം കൂടിയാണ്. ഈ രമ്യ സൂചിപ്പിച്ചതനുസരിച്ച് ഇപ്പോൾ ഇസ്രായേലിലെ സമയം രാത്രി 8:30 6 മണിയോടെയല്ലേ അലർട്ട് വന്നു എന്ന് പറഞ്ഞത്. ഈ 6 മണിക്ക് എത്ര സമയം കഴിഞ്ഞാണ് ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയത്? ഓൾറെഡി വൈകുന്നേരമാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള. അന്ന് രാവിലെ ഞങ്ങളത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു സേറം വന്നിരുന്നു, അത് ലെബനൻ സൈഡിൽ നിന്നായിരുന്നു. അതിനുശേഷം ഈവനിങ് ഒരു സന്ധ്യ ആയപ്പോഴത്തേക്ക് ഇതുപോലെ അലേർട്ട് ആവണം എന്നുള്ള രീതിയിൽ TV ന്യൂസ് വന്നിരുന്നു. പിന്നെ ഓൾറെഡി നമുക്ക് ഗവൺമെന്റ് ഇതിൽ ഹോം ഫ്രണ്ട് കമാൻഡ് നമ്മുടെ എല്ലാവർക്കും തന്നെ മൊബൈൽ, ഇവിടെയുള്ള എല്ലാവർക്കും മൊബൈൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിടും. അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ തരും. നമുക്ക് എത്ര മിനിറ്റ് നമ്മൾ മമാദി പോകണം, എത്ര മിനിറ്റ് അവിടെ നിൽക്കണം, എപ്പോ പുറത്തേക്കാകാം, എല്ലാ അപ്ഡേഷൻ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആണ്. പുറത്തിറങ്ങി അവർ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇത്ര പേര് കൂടുന്നിടത്ത് പുറത്തിറങ്ങരുത്, അങ്ങനെ എല്ലാം ഇന്ന സമയത്ത് ഇറങ്ങാമോളൂ. അങ്ങനെ ആ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സേഫ് ആയിരിക്കും. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിലൊരു ചെറിയ ആക്രമണം ഇറാൻ നടത്തിയിരുന്നല്ലോ. അന്ന് ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പോ മറ്റോ ലഭിച്ചിരുന്നോ? എന്ത് അറ്റാക്ക് ഇസ്രായേലിലേക്ക് വന്നാലും നമുക്ക് എല്ലാത്തിനും മുന്നറിയിപ്പ് അവര് കറക്റ്റ് ആയിട്ട് നമുക്ക് തരും. ഓൾറെഡി നമ്മുടെ മൊബൈലിൽ അലേർട്ടാണ്. അതിപ്പോ ഇറാൻ എന്നല്ല, എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് മൊബൈലിൽ അലേർട്ട് വരും. അതിന്റെ സൈറൻ വരുന്നുണ്ട്, ഇത്ര മിനിറ്റിനുള്ളിൽ നിങ്ങൾ മമാദി കയറണം, അത് കഴിഞ്ഞ് 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഈ തവണത്തിൽ പ്രത്യേകം അവർ പറഞ്ഞു, ഒരിക്കലും 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങരുത്, ഞങ്ങൾ എപ്പോൾ ഇൻസ്ട്രക്ഷൻ തന്നോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു,
അന്നേരം മാത്രമേ ഇറങ്ങാമുള്ളൂ എന്ന് ഇത്തവണ പ്രത്യേകം പറഞ്ഞിരുന്നു. തീർച്ചയായും സ്ട്രോങ് ഉള്ള സാധനമായിരുന്നു. തീർച്ചയായും വളരെ സുരക്ഷിതയായി തന്നെ അവിടെ തുടരുക. ഇപ്പോൾ ഇസ്രായേൽ അധികൃതർ എന്ത് നിർദ്ദേശമാണോ നൽകുന്നത് അത് അതേപടി തന്നെ എല്ലാ ഇന്ത്യക്കാരും പാലിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, ഇസ്രായേൽ പറയുന്നത് അനുസരിക്കുക എന്നത്. തീർച്ചയായും വളരെ നന്ദി രമ്യ. ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് വീണ്ടും ബന്ധപ്പെടാം. ഇപ്പോൾ